ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ തുടങ്ങി തരുൺമൂർത്തി എന്ന യുവ സംവിധായകൻ്റെ തുടരും എന്ന സിനിമയിൽ എത്തി നിൽക്കുന്നു മോഹൻലാലിൻ്റെ ചലച്ചിത്ര ജീവിതം. ഇക്കാലങ്ങളിൽ ലാൽ അവതരിപ്പിച്ച വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, ഇവയിലൂടെ ലാൽ എന്ന ചലച്ചിത്ര താരം എങ്ങനെയാണ് മലയാള മനസ്സിനെ സ്വാധീനിച്ചത്? എന്താണ് ലാലിൽ നിന്നും മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്? പ്രതിനായക വേഷത്തിലൂടെ നായകവേഷത്തിലേക്ക് വന്ന ലാൽ അഭിനയ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും അതിജീവിച്ച നടനാണ്. പരമ്പരാഗതമായ സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായി ലാൽ ചെയ്ത വേഷങ്ങളാണ് അദ്ദേഹത്തെ അതുല്യ നടനാക്കി മാറ്റിയത്. ഓരോ മലയാളിക്കും സുപരിചിതനായ കഥാപാത്രങ്ങളെ തൻ്റേതായ മൗലികതയോടെ ലാൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. മലയാളി പ്രേക്ഷകർ എങ്ങനെയാണ് അവരുടെ മുന്നിൽ ലാൽ എത്തണമെന്ന് ആഗ്രഹിച്ചത്? അങ്ങനെ സംഭവിച്ച ഓരോ സന്ദർഭങ്ങളിലും മലയാളികൾ സിനിമാശാലകളെ ഉത്സവാന്തരീക്ഷമാക്കി. എന്നാൽ അതിന് വിരുദ്ധമായി ലാൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ നിരാശയോടെ മടങ്ങുകയും ചെയ്തു. MD തിരക്കഥ എഴുതിയ താഴ്വാരം, സതേം പോലെയുള്ള സിനിമകളിലെ ലാലിനെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടു. സത്യനന്ദിക്കാട്ടിൻ്റെ നാടോടിക്കാറ്റ്, TP ബാലഗോപാലൻ, MA, വരവേൽപ്പ് തുടങ്ങിയ സിനിമകൾ എന്നും പുതിയ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ലാൽ ചിത്രങ്ങളാണ്. അതിനിടയിൽ ലാൽ അവതരിപ്പിച്ച അതിമാനുഷ കഥാപാത്രങ്ങൾ നിരന്തരമായി ആവർത്തിച്ചപ്പോൾ മലയാളി പ്രേക്ഷകർ നിരാശയോടെ തിയേറ്റർ വിട്ടിറങ്ങുകയും ചെയ്തു. അഭിനേതാവെന്ന നിലയിൽ ലാലിനെ പോലെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടന്മാർ അപൂർവമാണ്. ഏതാണ്ട് ഒരേ കാലത്ത് മലയാള സിനിമയിലെ വാണിജ്യ ഘടകമായി മാറിയ മമ്മൂട്ടിയും മോഹൻലാലും രണ്ട് തരം പ്രതിച്ഛായകളാണ് പ്രേക്ഷകരിൽ സൃഷ്ടിച്ചത്. രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലൂടെ ലാൽ നായക നടൻ എന്ന നിലയിൽ തൻ്റേതായ ഇടം കണ്ടെത്തി. അതേസമയം തൂവാനത്തുമ്പുകൾ പോലെയുള്ള സിനിമകളിലൂടെ പ്രണയത്തിന് പുതിയ അർത്ഥം കണ്ടെത്തുന്ന നായക കഥാപാത്രമായി മാറാനും ലാലിന് സാധിച്ചു. കിരീടം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെ മലയാളികൾ ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത്. ഒരു താരമെന്ന നിലയിൽ നിന്നും ലാൽ കഥാപാത്രമായി പരിണമിക്കുന്ന കാഴ്ച മലയാളി ഏറെ ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത്. വാനപ്രസ്ഥം, ഭരതം പോലെയുള്ള സിനിമകൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായി മാറി. പ്രജ, പ്രിൻസ് അങ്ങനെയുള്ള സിനിമകളിൽ ലാൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെയല്ല മലയാളി മനസ്സ് ഇഷ്ടപ്പെട്ടത്. അതേസമയം സ്ഫടികം പോലെയുള്ള സിനിമകളിലെ വേഷങ്ങൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ലൂസിഫറിന് ശേഷം എമ്പുരാൻ എന്ന സിനിമയിലും ലാൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ തൻ്റേതായ രീതിയിൽ അദ്ദേഹം മികച്ചതാക്കി. എങ്കിലും തന്മാത്ര, ഭ്രമരം, ദൃശ്യം തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങളെയാണ് സാധാരണ മലയാളി പ്രേക്ഷകർ നെഞ്ചേറ്റിട്ടുള്ളത്. ഇപ്പോൾ സംവിധായകനായ തരുൺമൂർത്തിയുടെ തുടരും എന്ന ചിത്രത്തോട് പ്രേക്ഷകർ കാണിച്ച ഇഷ്ടം മോഹൻലാലിനോടുള്ള ഇഷ്ടമാണ്. ഞങ്ങൾക്ക് മോഹൻലാലിൽ നിന്നും ഇങ്ങനെയുള്ള വേഷങ്ങളാണ് വേണ്ടതെന്നാണ് മലയാളികൾ വീണ്ടും പറയുന്നത്.